Hi, good morning. Let's continue our journey. Please remember what I said in the previous class. What is that? Learn accounting concept, understand accounting conventions, classify the accounting events, apply the accounting rules, record the transaction as a journal, classify the transaction, and the last one is summarize the transaction. First of all, let us discuss the accounting concept or 10 fundamental accounting principles. Okay. ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് അക്കൗണ്ടിങ് പഠിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അതിനെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുക. 10 ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലാണ്ട് ഡീപ്പായിട്ട് പോകാനില്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. First of all, let us discuss what is the meaning of accounting concept or conventions. That is US GAAP, UK GAAP, IFRS or SOX. SOX. GAAP means Generally Accepted Accounting Principles. IFRS is International Financial Reporting Standards and SOX is Sarbanes-Oxley Act. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. എന്തിനാണ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ത്യയിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാകും, അവരുടെ ബിസിനസ് ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. ഇന്ത്യയിലും അയാളുടെ മെയിൻ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കാം, ബ്രാഞ്ചസ് ആയിരിക്കാം ഗൾഫ് കൺട്രീസിലുള്ളത്. അപ്പോൾ രണ്ട് സ്ഥലത്താവുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലുള്ള അയാളുടെ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് അക്കൗണ്ടിങ് ഉണ്ടാക്കാം, അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാം. ഗൾഫ് കൺട്രിയിലുള്ള അയാളുടെ കമ്പനി ഗൾഫ് കൺട്രിയിലുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് ചെയ്യാം. എന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യണമെങ്കിലാണ് ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ലോകത്തെവിടെയുമുള്ള അക്കൗണ്ടിങ്ങുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണതാണോ, ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യണതാണോ, അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യണതാണോ, ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യണതാണോ നല്ലതെന്ന് നമുക്ക് അറിയണം. പക്ഷേ എല്ലായിടത്തും ക്യാഷ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെയുള്ള കോസ്റ്റ് ഓഫ് ലിവിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ച് നമുക്കത് കമ്പയർ ചെയ്ത് അക്കൗണ്ടിങ് ചെയ്യുമ്പോഴാണ് ഏതാണ് ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടും നമ്മളുടെ സ്വന്തം ബിസിനസ്സിൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് യൂസ്ഫുള്ളാണ്. ഓക്കെ. Actually, concept and conventions of accounting are developed by IASC, International Accounting Standards Committee, which is in charge of releasing international accounting standards. ആക്ച്വലി നമുക്ക് ഈ സ്റ്റാൻഡേർഡുകളൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആരൊക്കെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരാനുള്ള ഒരു വലിയ ചാൻസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നത് ആരാണെന്നറിയോ? IASC ആണ്. അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് ഈ പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്കാണ് ശരിക്കും ചാർജും ഉള്ളത്. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ചാർജ് ഉള്ളതും അവർക്ക് തന്നെയാണ്. The IASC desires the preferred accounting practices worldwide and encourages a worldwide acceptance. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്, വേൾഡ് വൈഡായിട്ട് നടക്കുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസും അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ടുള്ള ആക്സെപ്റ്റൻസും എല്ലാം അപ്രൂവ് ചെയ്യുന്നതൊക്കെ ഈ ഒരു കമ്മിറ്റിയാണ്. There are 41 international accounting standards. ആക്ച്വലി 41 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണുള്ളത്. ഓരോ കൺട്രികളിലായിട്ടുള്ളതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് IFRS ആണുള്ളത്. IFRS എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഞാൻ പറഞ്ഞു വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു പ്രിൻസിപ്പിൾസാണ് ഈ IFRS എന്ന് പറയുന്നത്. പിന്നെ Sarbanes-Oxley അതായത് SOX ആക്റ്റാണ്. അതുപോലെ നമുക്ക് US GAAP എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ UK ലും ഗ്യാപ്പ് ഉണ്ട്. Let us explain
What are the accounting concept and the principles? There are 10 fundamental concepts I have already said. First one is business entity concept. Second one is money measurement concept. Third one is dual aspect concept, cost concept, accounting period, conservatism, realization concept, matching concept, materiality concept, and objectivity. These are the fundamental accounting concept or principles. Today, let us discuss the first two accounting principles. Okay. ഞാൻ പറഞ്ഞു നമുക്ക് ഫസ്റ്റായിട്ട് അക്കൗണ്ടിങ് പഠിക്കാനുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റും അക്കൗണ്ടിങ് കൺവെൻഷൻസും പഠിക്കുക എന്നുള്ളത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റും കൺവെൻഷനും ഡിഫറെൻ്റ് ആണ്. അതായത് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ്. കൺവെൻഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടീസസ് ആണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ്, തിയറീസൊക്കെയാണ് പ്രിൻസിപ്പിൾസിൽ. കൺവെൻഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലാക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്, അതാണ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പഠിക്കാൻ. എന്താണ്? അക്കൗണ്ടിങ് കോൺസെപ്റ്റും അക്കൗണ്ടിങ് കൺവെൻഷൻസും പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് 10 ഉണ്ടെന്ന് പറഞ്ഞു. അക്കൗണ്ടിങ് കൺവെൻഷൻസ് നമുക്ക് 3 കൺവെൻഷൻസ് ആണുള്ളത്. ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി ആൻഡ് അക്രൂവൽ. ഈ 3 കൺവെൻഷൻസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ആണുള്ളത്. അപ്പോൾ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആക്കരുത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുമ്പോൾ ആ പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബിസിനസ് നടത്താൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രാക്ടിക്കലി ആക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസസ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റിലെ ഫസ്റ്റത്തെ 2 അക്കൗണ്ടിങ് കോൺസെപ്റ്റ് മാത്രമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ദ ഫസ്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. As we have explained, there are 10 accounting concepts. The first one is accounting business entity concept. Accounts can be kept only for entities which are different from the person who are associated with these entities. Example, sole proprietary, partnership firm, company. This is one of the most important and fundamental accounting principle with which double entry system of accounting has evolved. Accounts need to be maintained separate from the owners and providers of capital. If you understand the simple logic, then you know 30% of accounting. Just recall fundamentals of accounting from Oracle perspective level 1, example of Shiva, Oracle and bank. Okay, നമുക്ക് ഫസ്റ്റത്തെ അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാളും അയാളുടെ ബിസിനസ്സും രണ്ടും രണ്ടാണ്. മനസ്സിലായോ? അതായത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു എ കമ്പനി ലിമിറ്റഡ്. അപ്പം ഞാനെന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരാളാണ്, എ എന്ന് പറയുന്ന കമ്പനി എന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സും നമ്മളും എന്താണ്? ഒന്നല്ല, രണ്ടാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളും ബിസിനസ് ഒന്നാന്ന് ഒരിക്കലും വിചാരിക്കരുത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നമ്മളും ബിസിനസ് ഒന്നല്ല, നമ്മൾ തന്നെയാണ് ബിസിനസ് നടത്തുന്നത്. പക്ഷേ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്താണ്? ഔട്ട്സൈഡറാണ്. ആക്ച്വലി ബിസിനസ്സും നമ്മളും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ അവിടെ ട്രീറ്റ് ചെയ്യണം. നമ്മളും ബിസിനസ്സും അവിടെ സെപ്പറേറ്റ് ആണ്. അതാണ് ഈ ഫസ്റ്റത്തെ കോൺസെപ്റ്റ്. ഇത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ 30% നമ്മൾ പഠിച്ചു എന്നാണ് അർത്ഥം. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തസ്ലീമ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫാഷൻ ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തസ്ലീമയുടെ അക്കൗണ്ട് സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. ഫാഷൻ ജ്വല്ലറി എന്ന് പറയുന്ന ബിസിനസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ ഫാഷൻ ജ്വല്ലറിക്ക് തസ്ലീമ ഓണർ തന്നെയാണ്, പക്ഷേ തസ്ലീമ അവിടെ എന്താണ്? ഒരു ലയബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്യണം. കാരണം ആ ബിസിനസ്സിന് ഒരു ബാധ്യതയാണ് തസ്ലീമയ്ക്ക്
പ്രോഫിറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തസ്ലീമേനെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ ട്രീറ്റ് ചെയ്യണം. നമ്മളും ബിസിനസ് ഒന്നാന്ന് പറഞ്ഞിട്ട് ആ രണ്ടും ഒരു അക്കൗണ്ടിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാളും ബിസിനസ്സും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. സോൾ പ്രൊപ്രൈറ്ററിഷിപ്പ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ കമ്പനി ആവാം. സോൾ പ്രൊപ്രൈറ്ററിഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ മാത്രം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ മാത്രമാണ് ഓണർ, ഞാൻ ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനൊരൊറ്റ ഓണറുള്ളൂ. അപ്പോൾ അതിനെ സോൾ പ്രൊപ്രൈറ്ററിഷിപ്പ് എന്നാണ് പറയുക. അതേസമയം 2 പേര് വെച്ചിട്ട് ഒരു എഗ്രിമെൻറ്റിലൊക്കെ വെച്ച് 2 പേര് ഷെയർ ഇട്ടിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, 2-3 പേര് ഷെയർ ചെയ്തിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് കമ്പനിയാണ്. കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്, 1-2 പേരല്ല, ഒരുപാട് പേര് ഷെയർ ഇട്ടിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ കമ്പനി എന്ന് പറയാം. അതായത് കുറേ പബ്ലിക്കിൽ നിന്ന് കുറേ ആളുകൾ ഷെയർ ഇട്ടുണ്ടാകും, ഒരുപാട് പേരുണ്ടാകും. നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്രയധികം ക്യാഷ് വെച്ചിട്ടായിരിക്കും ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് നമുക്ക് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റികളുണ്ട്. അവിടെ ഒരു ചെറിയ എക്സാമ്പിളാണ് റീകോൾ ഫണ്ടമെൻ്റൽ ഓഫ് അക്കൗണ്ടിങ് ഫ്രം ഒറാക്കിൾ പെർസ്പെക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സോൾ പ്രൊപ്രൈറ്ററി ആണ്. അതിനൊരു എക്സാമ്പിളാണ് ശിവ ആൻഡ് കമ്പനി എന്ന് പറയുന്നത്. അത് ഒരാൾ മാത്രം നടത്തുന്നതാണ് ഒരു സോൾ പ്രൊപ്രൈറ്ററിക്ക് ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അതിനൊരു എക്സാമ്പിളാണ് ഗണേഷ് ആൻഡ് ബ്രോസ് എന്ന് പറയുന്നൊരു കമ്പനി, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണത്. മൂന്നാമത്തത് പ്രൈവറ്റ് കമ്പനിയാണ്, ഒറാക്കിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്, പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് എന്ന് ലാസ്റ്റ് ഉണ്ടാകും അതിൻ്റെ നെയിമിൽ. നാലാമത്തത് പബ്ലിക് കമ്പനിയാണ്, നമ്മുടെ HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊരു പബ്ലിക് കമ്പനിയുടെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്ക് ഒരു എക്സാമ്പിളാണ് കാഡ്ബറി. കേട്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല. കാഡ്ബറി ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്. അതുപോലെ ഒരു ട്രസ്റ്റിന് നമുക്ക് ഹച്ചിൻസൺ പ്രൈവറ്റ് ട്രസ്റ്റ് ഒരു എക്സാമ്പിളാണ് ട്രസ്റ്റിന്. അതുപോലെ സൊസൈറ്റി, ചേംബർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞില്ല, ICAI, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു അസോസിയേറ്റ് പേഴ്സണാണ്. അതിൻ്റെ ഒരു ഹെഡാണ് ICAI എന്ന് പറയുന്നത്, ICWAI. ഇതൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതൊക്കെ അസോസിയേറ്റ് ഓഫ് പേഴ്സൺസ് ആണ്. അതുപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതൊക്കെ ബോഡി ഓഫ് ഇൻഡിവിജ്വലിന് എക്സാമ്പിളാണ്. അതർ ലീഗൽ എൻറ്റിറ്റിക്കാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതൊക്കെ അതർ ലീഗൽ എൻറ്റിറ്റിയിൽ വരുന്നതാണ്. ഇങ്ങനെ ഇത്രയും ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് യു ആർ റണ്ണിങ് യുവർ ഓൺ ടെക്സ്റ്റൈൽ ഷോറൂം ആസ് എ ഡീലർ ഇൻ ക്ലോത്ത് ആസ് എ സോൾ പ്രൊപ്രൈറ്റർ individual owner of this business. The entire capital amount for the business is provided by you. In this case, also for the purpose of accounting, you need to maintain 2 sets of books. One set of book for the purpose of textile business, in which business owes you equivalent to the capital provided, that is capital plus profit earned or capital minus losses. In your own books, the amount of capital invested will be shown as an investment in business as an asset. This need not be maintained as a normal set of books, but required to know the cash inflow and cash outflow from income tax perspective. നമുക്ക് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു നമ്മളും ബിസിനസ്സും രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അക്കൗണ്ട്സ് ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണർ എന്ന നിലയിൽ നമുക്കൊരു ക്യാപിറ്റൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ ആ ക്യാപിറ്റൽ വെച്ചിട്ടാണ് അസറ്റ് വാങ്ങിയിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 2 രീതിയിൽ നമുക്ക് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, അല്ലേ?
അതുകൊണ്ടാണ് രണ്ടുപേരും രണ്ടാണെന്ന് പറഞ്ഞത്. അതായത് ഞാൻ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് പ്രോഫിറ്റ് തരിക എന്നുള്ള ദൗത്യമാണ് എൻ്റെ ബിസിനസ്സിനുള്ളത്. അപ്പോൾ ബിസിനസ്സിന് എന്നോടൊരു കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് എൻറ്റിറ്റി ആയിട്ട് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ ക്യാപിറ്റൽ, ഞാൻ കൊടുക്കുന്ന ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ തന്നെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ആ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ലോസസ് ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ആ ലോസ് ലെസ് ചെയ്തിട്ട് നമുക്ക് ആ ബുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തെ ഒരു രീതിയാണ്, രണ്ടാമത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബുക്കാണ് എന്ത്, നമ്മളവിടെ അസറ്റുകൾ വാങ്ങിയിട്ടുണ്ടാവും. ക്യാപിറ്റൽ മാത്രം പോരാ, ഒരു ബിസിനസ് നടത്തണമെങ്കിൽ അവിടെ ഒരുപാട് അസറ്റുകൾ വേണം. മെഷീനറീസ്, ഫർണിച്ചർ, ബിൽഡിങ്, ലാൻഡ്, അങ്ങനെ ഒരുപാട് അസറ്റുകൾ വേണം. ഈ അസറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാഷ്, ആ ക്യാഷിന് എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട് ഫ്ലോസും നമ്മളവിടെ കാണിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബുക്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. യു ആർ വർക്കിംഗ് ഫോർ ഒറാക്കിൾ കോർപ്പറേഷൻ ആൻഡ് ഒറാക്കിൾ ഹാസ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ബാങ്ക് ഓഫ് അമേരിക്ക ആൻഡ് യു ഹാവ് ബാങ്ക് അക്കൗണ്ട് വിത്ത് സിറ്റി ബാങ്ക് ആൻഡ് ദ സാലറി അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത് ഈസ് ട്രാൻസ്ഫർ ഫ്രം ബാങ്ക് ഓഫ് അമേരിക്ക ടു സിറ്റി ബാങ്ക്. ഹൗ മെനി അക്കൗണ്ടിങ് എൻറ്റിറ്റീസ് ഇൻവോൾവ് ഇൻ ദിസ് കേസസ്? അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നമ്മളുണ്ട് അല്ലേ, നമ്മൾ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്. അതുപോലെ ഒറാക്കിൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു അക്കൗണ്ടാണ്. ഒറാക്കിളിന് ഒരു ബാങ്ക് ഉണ്ട്, ആ ബാങ്ക് എന്താണ്, ഒരു അക്കൗണ്ടാണ്. ബാങ്ക് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ആണ് ആ അക്കൗണ്ട്, അത് ഒരു അക്കൗണ്ടാണ്. അതുപോലെ തന്നെ സിറ്റി ബാങ്ക് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്. അങ്ങനെ 4 അക്കൗണ്ടിങ് എൻറ്റിറ്റിയാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. അതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് അക്കൗണ്ടിങ് എൻറ്റിറ്റീസ് ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. You run your own business in software consulting and your friend has agreed to provide a loan of $50,000 which he goes and deposits it directly into your bank account. How many accounting entities involved in these cases? നമ്മൾ എന്താണ്, ഒരു ബിസിനസ് നടത്തുകയാണ്. നമ്മുടെ ഫ്രണ്ട് നമുക്ക് 50,000 റുപ്പീസ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്ര അക്കൗണ്ട് ഉണ്ടാകും? അവിടെ 3 അക്കൗണ്ടാണ് ഉള്ളത്. ഒന്ന് നമ്മൾ തന്നെയാണ് ഒരു അക്കൗണ്ട്, നമ്മുടെ ഫ്രണ്ട് ഒരു അക്കൗണ്ടാണ്, അതുപോലെ ബാങ്ക് ഒരു അക്കൗണ്ടാണ്. അങ്ങനെ 3 അക്കൗണ്ടുകളാണ് അവിടെ നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആയിട്ട് അവിടെ നമ്മൾ കാണിക്കണം. അതുപോലെ സെപ്പറേറ്റ് അക്കൗണ്ടുകളിലാക്കിയിട്ട് അവരുടെ ക്യാഷ്, അവരിൽ നിന്ന് എത്ര ക്യാഷ് നമുക്ക് കിട്ടി, അവർക്ക് എത്ര ക്യാഷ് കൊടുക്കണം എന്നുള്ളത് സെപ്പറേറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ അക്കൗണ്ടിങ് എൻറ്റിറ്റി, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഫസ്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ റൂൾ.